നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മഴക്കാലമായതോടെ പകർച്ചവ്യാധികളുടെ പിടിയിലേക്ക് അമരുകയാണോ നമ്മുടെ സംസ്ഥാനം? നമ്മുടെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ്? നമ്മുടെ ആശുപത്രികളിലും മറ്റും രോഗബാധിതർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യമുണ്ടോ? അങ്ങനെ ഒരു പിടി ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഈ ദിവസങ്ങൾ. പ്രത്യേകിച്ചും ഷിഗല്ലയ്ക്ക് പിന്നാലെ നിപ്പ കൂടി ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ആശങ്കകൾ ജനങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ചും വടക്കൻ മേഖലകളിലൊക്കെ രോഗബാധ അത് തീവ്രമാണ്. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലൊക്കെ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ സൂക്ഷിക്കണം, വെള്ളം കുടിക്കുമ്പോഴൊക്കെ വളരെ പ്രധാനപ്പെട്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ശീതളപാനീയങ്ങളിലും മറ്റും ഒരുപാട് അപകടങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമുക്ക് ശ്രദ്ധയോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകാം. ആദ്യം തലക്കെട്ടുകൾ. നിപയിൽ ആശങ്ക അകലുന്നില്ല. കോഴിക്കോട് രോഗിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കേന്ദ്ര സംഘം ഇന്നെത്തും. പ്രതിരോധ പ്രവർത്തനത്തിൽ ആരോഗ്യ വകുപ്പിന് അലംഭാവമെന്ന് CPM. ആരോഗ്യമന്ത്രിയോ കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയോ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആരോപണം. സംസ്ഥാനത്ത് ഷിഗല്ല കൂടുതൽ പേരിലേക്ക് ആശങ്കയേറ്റി. മലപ്പുറത്ത് മരിച്ച സ്ത്രീയുടെ ഷിഗല്ല സ്ഥിരീകരണം. കാട്ടാക്കടയിൽ ബേക്കറിയിൽ നിന്ന് ശേഖരിച്ച ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയ സാന്നിധ്യം കണ്ടതോടെ പരിശോധന ഊർജിതം. രോഗം കൂടുതൽ സ്ഥലങ്ങളിലേക്ക്. മുഖ്യമന്ത്രിക്ക് വധഭീഷണി സന്ദേശം എത്തിയത് ഡിസ്ട്രിക്ട് പോലീസ് കംപ്ലയിന്റ് സെൽ ഓഫീസിൽ ഇന്നലെ രാത്രി. സന്ദേശം 6238168522 എന്ന നമ്പറിൽ നിന്ന് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ കുറവ്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. എൽനിനോ പ്രതിഭാസം കാലവർഷത്തെ പ്രതികൂലമായി ബാധിച്ചേക്കും. അടുത്തയാഴ്ച കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന് മുന്നറിയിപ്പ്. കേരള തീരത്ത് പരമ്പരാഗത മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നു. ഇറാൻ അമേരിക്ക വെടിനിർത്തൽ അന്തിമ ധാരണയിലെന്ന വാർത്തകൾ തള്ളി ഇറാൻ. പുറത്തുവരുന്ന തെറ്റായ വിവരങ്ങളെന്ന് വിശദീകരണം. മാധ്യമ വാർത്തകൾ തള്ളി ട്രംപും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലേക്ക് G7 ഉച്ചകോടിയിലും ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് സവിശേഷത പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സിലും പങ്കെടുക്കും. നാളെ ഫ്രഞ്ച് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച. വിവിധ വിഷയങ്ങളിൽ നയതന്ത്ര ചർച്ചകളും നടക്കും. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി മലയാളി പന്ത് തട്ടുന്നതും കാത്ത് കേരളം. തഹസിൻ മുഹമ്മദ് ജംഷീദ് ഉൾപ്പെട്ട ഖത്തറിന്റെ ആദ്യ മത്സരം രാത്രി 12:30. ഗ്രൂപ്പ് ബിയിലെ കാനഡ ബോസ്നിയ മത്സരം സമനിലയിൽ. ബ്രസീൽ നാളെ കളത്തിൽ. നമുക്ക് ആദ്യം തന്നെ ആശങ്കയുടെ വാർത്തകൾ തന്നെയാണ്, സംശയമില്ല. നിപയൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യസ്ഥിതിയെ ബാധിച്ച വിഷയം നമുക്കറിയാം. നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കോഴിക്കോട് മേഖലയിൽ ഉണ്ടാക്കിയ ഒരു രോഗമാണ്. വവ്വാലുകൾക്കാണ് അന്ന് ഒരുപാട് പഴി കേട്ടത്. ഇപ്പോൾ സമാനമായി തന്നെ പലവിധ വ്യാഖ്യാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്തു നിന്നും മറ്റും വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പഴങ്ങൾ ഭക്ഷിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും കോഴിക്കോട്ട് നിപ ബാധിച്ചയാളുടെ ആരോഗ്യനില അതീവ ഗുരുതരം എന്ന ആശങ്കാജനകമായ വാർത്തയാണ് രാവിലെ നൽകാനുള്ളത്. കൂടുതൽ പേരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരികയാണ്. അതിന് കാത്തിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. കാരണം കൂടുതൽ പേർക്ക് പടർന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ കാര്യമായി തന്നെയുണ്ട്. കേന്ദ്ര സംഘം ഇന്നെത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു. നിപ ഉറവിടം കണ്ടെത്തുകയാണ് കേന്ദ്ര സംഘത്തിന്റെ ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനീഷ്, ഇതിപ്പോൾ നമുക്ക് അറിയാം കോഴിക്കോട് ജില്ല എന്നുള്ളത് നിപ ബാധ കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ കൺട്രോളിലായി എന്ന് വിശ്വസിക്കുന്ന സമയത്താണ് വീണ്ടും ആശങ്കാജനകമായി കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ തൽക്കാലം ഒരാളിൽ മാത്രമാണ് നിപ എന്ന രീതിയിലാണോ കാര്യങ്ങൾ, അതോ കൂടുതൽ രോഗ കേസുകൾ സംശയിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, നിലവിൽ ഒറ്റയാൾക്ക് മാത്രമാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തിയവരടക്കമുള്ള ആളുകൾക്ക് ഇതുവരെ രോഗബാധ സ്ഥിരീകരിക്കുകയോ അവരിൽ മറ്റ് ലക്ഷണങ്ങൾ പ്രകടമാക്കുകയോ ചെയ്തിട്ടില്ല. ഈ രോഗം സ്ഥിരീകരിച്ച 43-കാരൻ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേകം ക്രമീകരിച്ച ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹം വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് 2 നോഡൽ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ചികിത്സയാണ് പുരോഗമിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമായി കൃത്യമായ പരിശോധനകൾ മാറി മാറി നടത്തും. ഒപ്പം ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയിലുണ്ടാകുന്ന വ്യതിയാനം പ്രത്യേകം രേഖപ്പെടുത്തുന്നതിനും അത് പരിശോധിക്കുന്നതിനുമുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിന് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡിയുടെ ആദ്യ ഡോസ് കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിരുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒപ്പം ഈ 3 പേരെ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം പ്രവേശിപ്പിച്ചു. അവരുടെ നിരീക്ഷണത്തിനായാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ 3 പേരുടെയും ശവങ്ങൾ ഈ നിപ്പ രോഗബാധയുണ്ടോ എന്ന പരിശോധന നടത്തുന്നതിനായി ശവങ്ങൾ അവരുടേത് അയച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഫലം കിട്ടുന്ന മുറയ്ക്കാവും അക്കാര്യത്തിലൊരു വ്യക്തത വരും. എന്തായാലും രോഗലക്ഷണങ്ങൾ പ്രകടമല്ലാതെയും ഒരുപക്ഷെ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഈ റൂട്ട് മാപ്പ് എവിടെയൊക്കെ പോയി ആരൊക്കെയുമായി സമ്പർക്കം പുലർത്തി എന്നിങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമ്പർക്ക പട്ടിക പുറത്തുവിട്ടിരുന്നു. അതിൽ 77 പേരാണ് ഉൾപ്പെട്ടിരുന്നത്. അദ്ദേഹം പോയ ആശുപത്രികൾ, മറ്റിടങ്ങൾ എന്നിവയൊക്കെ അതിൽ ഉൾപ്പെട്ടിരുന്നു. 58 പേർ ഇതിൽ ആരോഗ്യ പ്രവർത്തകർ മാത്രം ഉൾപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഈ പട്ടികയിലേക്ക് ഒരു 10 പേരെ കൂടി ഉൾപ്പെടുത്തി ഈ പട്ടിക വിപുലീകരിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഹൈ റിസ്ക് വിഭാഗത്തിൽ 16 പേരാണ് ഉൾപ്പെടുന്നത്. ലോ റിസ്കിൽ 67 ഉൾപ്പെടെ 87 അംഗങ്ങളായിട്ടാണ് ഈ പട്ടിക. നേരത്തെ 77 പേരുൾപ്പെടുന്ന പട്ടികയാണ് പുറത്തുവിട്ടതെങ്കിൽ 10 കൂട്ടി 87 പേർ ഈ പട്ടികയിൽ ഉൾപ്പെടും. അദ്ദേഹത്തിൻ്റെ ഭാര്യ, 2 മക്കൾ, അച്ഛൻ, അമ്മ എന്നിവരാണ് അദ്ദേഹവുമായി ഏറ്റവും അടുത്തിടപഴകിയ ആളുകൾ. അവർക്കൊന്നും രോഗലക്ഷണങ്ങൾ നിലവിലില്ല. അവരെ കൃത്യമായി നിരീക്ഷിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏത് രീതിയിലാണ് ഈ രോഗബാധ ഉണ്ടായത് എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. നേരിട്ട് ഈ വവ്വാൽ കാഷ്ടത്തിലും മറ്റുമൊക്കെ അദ്ദേഹം ഈ ഗോഡൗൺ ശുചീകരിച്ചപ്പോൾ സ്പർശിച്ചതാണോ, അല്ലെങ്കിൽ വവ്വാൽ കഴിച്ച സപ്പോട്ടയുടെയോ അല്ലെങ്കിൽ മറ്റ് പഴങ്ങളുടെ അംശമോ കഴിച്ചതാണോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങളുണ്ട്. അതിൽ ഈ രോഗബാധ ഉള്ള അല്ലെങ്കിൽ ഈ വൈറസ് സാന്നിധ്യമുള്ള സപ്പോട്ട കഴിച്ചതാവാം ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന ഒരു നിരീക്ഷണമുള്ളത്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായി നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള നമുക്കറിയാം, നേരത്തെ ഈ വവ്വാലായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് വില്ലൻ. വവ്വാൽ കടിച്ച പഴങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അന്ന് കേട്ടിരുന്നു. വവ്വാലുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനുമൊക്കെ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരുന്നു. അന്നും ഈ സമാനമായി തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികൾ എത്തുകയും വിലയിരുത്തലുകൾ നടത്തുകയും ഏതാണ്ട് കൺട്രോളായി എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്ത സമയത്താണ് വീണ്ടും നിപ എന്നൊരു അപകടം നമ്മളിലേക്ക് കടന്നു വരുന്നത്. അത് ആശങ്ക തന്നെയാണ്, സംശയമില്ല. ഇപ്പോൾ കേന്ദ്ര സംഘം എത്തുമ്പോൾ അവരെന്തൊക്കെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? നിപ എന്ന രോഗത്തിൻ്റെ ഗൗരവം വളരെ വ്യക്തമായി മനസ്സിലാക്കിയ സംസ്ഥാനം കൂടിയാണ് കേരളം. അതനുസരിച്ചുള്ള സഹായം വേണം, പ്രതിരോധ പ്രവർത്തനങ്ങൾ വേണം, നമുക്കൊരു സപ്പോർട്ടും വേണം. അത്തരം കാര്യങ്ങളിലൊക്കെ വിശദമായ കൂടിയാലോചന ഉണ്ടാകുമോ? തീർച്ചയായും നാഷണൽ ഡിസീസ് കൺട്രോൾ സെൻറ്ററിൽ നിന്നുള്ള വിദഗ്ധരാണ് ഇന്ന് പരിശോധനയ്ക്ക് എത്തിയത്. നേരത്തെയും ഈ നിപ്പ സ്ഥിരീകരിക്കപ്പെട്ട സമയങ്ങളിൽ അവർ കൃത്യമായി എത്തുകയും വിശകലനങ്ങൾ നടത്തുകയും ചെയ്തു. ഏതുതരം വവ്വാലുകളാണ് ഇത്തരം രോഗം പരത്തുന്നത്, അല്ലെങ്കിൽ വവ്വാലുകളിൽ വഴി മാത്രമാണോ ഈ രോഗം പരത്തുന്നത്, ഈ നേരത്തെ രോഗം സ്ഥിരീകരിക്കപ്പെട്ട സ്ഥലങ്ങളുടെ ഒരു സ്വഭാവം തുടങ്ങിയ പല കാര്യങ്ങളും അവർ പരീക്ഷിച്ചിരുന്നു. എന്തായാലും ആ പഠനങ്ങളുടെ ഒരു തുടർ ചർച്ചകൾ അല്ലെങ്കിൽ തുടർ പഠനങ്ങൾ തന്നെയാണ് ഇത്തവണയും നടക്കുക. നമുക്കറിയാം, ഈ കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ മികച്ചതാണ് എന്ന് ദേശീയ തലത്തിൽ തന്നെ ഒരു വിലയിരുത്തലുണ്ട്. പലപ്പോഴും ഇത്തരം രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ തന്നെ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന നേട്ടമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ഈ കേസിൽ തന്നെ 43 വയസ്സുകാരൻ ആദ്യത്തെ തവണ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നു. അത് താരതമ്യേന ചെറിയ ആശുപത്രിയാണ്. പിന്നീട് കുറച്ചുകൂടി മികച്ച സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രോഗലക്ഷണങ്ങളിൽ നിന്നും നിപ്പ ആയിരിക്കുമെന്ന് സംശയത്തിലേക്ക് എത്തുകയും അവിടെ പരിശോധന നടത്തുകയും നിപ്പ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ നിപ്പ രോഗബാധ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എത്തിയ ശേഷം അദ്ദേഹം ഒരുപാട് സമ്പർക്കത്തിലേക്കും മറ്റും പോകാതെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലും കൂടുതൽ ആളുകൾക്ക് രോഗബാധയുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി ഈ രാമനാട്ട് നഗരസഭയുടെ ഡിവിഷൻ 5-ലെ 286 വീടുകളിൽ ഇതിനകം തന്നെ സർവേ നടത്താൻ ആരോഗ്യ പ്രവർത്തകർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ 12 പേർക്ക് മാത്രം
നേരിയ പനി ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്തു. പക്ഷേ അവർക്കാർക്കും ഈ നിപ്പയുമായി ബന്ധപ്പെട്ട മറ്റു രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാവാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ വിദഗ്ധ സംഘം പരിശോധിക്കും. ഒപ്പം കൃത്യമായി തന്നെ ഓരോ മണിക്കൂറിലും സ്ഥിതിഗതികൾ ഈ ആരോഗ്യവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയമായ ചില വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു എന്നുള്ളതാണ്. കാരണം ഈ രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന ദിവസം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് ഉണ്ടായിരുന്നു. അദ്ദേഹം 2 ദിവസം കോഴിക്കോട് ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഈ രോഗബാധയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നത്. പക്ഷേ അദ്ദേഹം യാത്ര റദ്ദാക്കാതെ നേരെ തിരുവനന്തപുരത്തേക്ക് തന്നെ പോയി. അതിൽ വലിയ വീഴ്ചയുണ്ട് എന്ന ആരോപണമാണ് CPM ഇപ്പോൾ പറയുന്നത്. കാരണം മുൻകാലങ്ങളിലൊക്കെ ഈ നിപ്പ രോഗബാധ ഉണ്ടാകുമ്പോൾ ആ നിമിഷം തന്നെ അന്നത്തെ ആരോഗ്യമന്ത്രിമാർ കോഴിക്കോട്ടേക്ക് എത്തുകയും അവിടെ യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും കൂടുതൽ ആളുകളിലേക്ക് പരക്കാതിരിക്കുകയും അല്ലെങ്കിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ പ്രഖ്യാപിക്കണമെങ്കിൽ അത് ചെയ്യുക, മറ്റ് നിയന്ത്രണങ്ങൾ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനം എടുത്തിരുന്നു. പക്ഷേ എന്നാൽ ഇത്തവണ അത്തരമൊരു സമീപനം ഉണ്ടായില്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടറി മെഹബൂബ് പറയുന്നത്. ഒപ്പം കോഴിക്കോട് നിന്നുള്ള ഏക CPMൻ്റെ MLA ആയ ബേപ്പൂർ MLA അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലം കൂടിയാണ് ഈ അപകടം നടന്ന അല്ലെങ്കിൽ ഈ നിപ്പ രോഗബാധ ഉണ്ടായിരിക്കുന്ന ഈ ഫറൂഖ് കോളേജ് ഭാഗമൊക്കെ വരുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു നേരിട്ടുള്ളൊരു നിയന്ത്രണം ഏകോപനമൊക്കെ മന്ത്രി നടത്തണം എന്ന ആവശ്യമായി മുഹമ്മദ് റിയാസും രംഗത്തെത്തിയ ഒരു സാഹചര്യമുണ്ട്. ഏതായാലും നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് ആയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ മന്ത്രിമാരുടെ നേരിട്ടുള്ള ഏകോപനം ജില്ലയിലെത്തി ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നു. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ സംബന്ധിച്ചുള്ള വിമർശനങ്ങളൊക്കെ കൂടുതൽ കടുപ്പിച്ച് ഇടതുപക്ഷം രംഗത്തെത്താനുള്ള അതാണ്. ഏതായാലും രാഷ്ട്രീയമായും നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് രാഷ്ട്രീയമായും പോരടിച്ച ഒരു രോഗമാണ് നിപ്പ രോഗബാധ. അന്ന് നിപ്പ റാണി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചതൊക്കെ ഇപ്പോഴത്തെ മന്ത്രിയാണ് വിശേഷിപ്പിച്ചത്, അന്നത്തെ ആരോഗ്യമന്ത്രിയെ. അതൊക്കെ വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ അതാ വീണ്ടും നിപ ആരോഗ്യ രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയപരമായും പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ ജനങ്ങൾക്ക് ഭീതിയില്ലാതെ രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കണം. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാകണം. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. അത്തരം ആവശ്യങ്ങളൊക്കെയാണ് ഉയരുന്നത്. പുതിയ സർക്കാരാണ്, പുതിയ ആരോഗ്യമന്ത്രിയാണ്. കാര്യങ്ങൾ കാര്യക്ഷമമായി ചെയ്യുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത കൂടി അവർക്കുണ്ട്. മറ്റൊരു വാർത്ത, നിപ പ്രതിരോധ പ്രവർത്തനത്തിൽ ആരോഗ്യ വകുപ്പിന് അലംഭാവമെന്നാണ് CPM ആരോപിക്കുന്നത്. നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രിയോ കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയോ തിരിഞ്ഞു നോക്കിയില്ലെന്നും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് കുറ്റപ്പെടുത്തി. ഒരു തയ്യാറെടുപ്പും ഇതുവരെ നടത്തിയിട്ടില്ല, മരുന്നോ പ്രതിരോധ സംവിധാനങ്ങളോ ഒരുക്കിയിട്ടില്ല എന്നും മെഹബൂബ് ആരോപിച്ചു. ഈ രോഗി 4 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ആ രോഗിയുടെ നിലയെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് വന്നാൽ അടിയന്തര പ്രാധാന്യത്തിൽ ആരോഗ്യവകുപ്പ് ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊന്നും തന്നെ ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്ന അതിശക്തമായ പ്രതിഷേധം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുമ്പിൽ നിപ്പ വന്ന 2 തവണ നിപ്പ വന്ന അനുഭവമുണ്ട്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ സർക്കാരും ഉദ്യോഗസ്ഥന്മാരും ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത്. ജനങ്ങളാകെ ഭയവിഹ്വലരാണ്, വലിയ ആശങ്കയിലും പ്രയാസത്തിലുമാണ്. ഒട്ടേറെ പേർ വലിയ പ്രയാസത്തോടു കൂടി പ്രായം ചെന്നവർ പോലും ഇപ്പോൾ ഞങ്ങളുമായി സംസാരിച്ചു. സാധാരണ നിലയിൽ ഇത് വന്നാൽ കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടത് ആരോഗ്യമന്ത്രി കഴിഞ്ഞ കാലത്ത് 2 തവണയും കാഡസൻ മന്ത്രിമാർ, ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടെ സാധാരണക്കാരനെ പോലെ അവരോടൊപ്പം നിന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു അനുഭവമാണ് ഉണ്ടായത്. എന്നാൽ നമ്മൾ ഇന്നലെ കണ്ടത് മെനഞ്ഞാന്ന് തന്നെ ഇവിടുത്തെ ലാബറട്ടറിയിൽ നിപ്പയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഡിക്ലറേഷൻ നടന്നിട്ടില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട കലക്ടർ ഡിക്ലെയർ ചെയ്തു. പക്ഷേ വൈകുന്നേരം മന്ത്രി എന്തു പറഞ്ഞു എന്ന് ഞാൻ പറയണ്ട. അവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ നിരുത്തരവാദിത്വം. അതാണ് CPMൻ്റെ ആരോപണം. ഏതായാലും ആരോഗ്യ വിഷയം അത് നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായും CPM ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള കൃത്യമായ മറുപടിയും പ്രതിരോധവും മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മലപ്പുറത്ത് കീഴാറ്റൂർ സ്വദേശി മരിച്ചത് ഷിഗല്ല ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനം പകർച്ചവ്യാധി ഭീതിയിൽ. വയറിളക്കത്തെ തുടർന്ന് തിങ്കളാഴ്ചയാണ് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.
ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഗുരുതരാവസ്ഥയിലായതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഇപ്പോൾ ഷിഗല്ലയുടെ ഭീതി കഴിഞ്ഞ കുറേ ദിവസമായി ആ മേഖലയിലുണ്ട്, കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ മരിച്ചയാൾ ഷിഗല്ല ബാധിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിന് ഗൗരവം വർദ്ധിക്കും, സംശയമില്ല. ഇദ്ദേഹവുമായി സമ്പർക്കമുള്ളവരുണ്ടാകും, ബന്ധുക്കൾ ഒത്തിരി പേരുണ്ടാകും, അവരെ നിരീക്ഷണത്തിലാക്കണം. എന്താണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന പ്രതിരോധ മാർഗം? എന്താണ് ഒരു വിശകലനം, എന്താണ് ഈ വിഷയത്തിൽ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. 59 വയസ്സുള്ള കീഴാറ്റൂർ സ്വദേശിനിയാണ് ഈ ഒരു രോഗബാധിതയായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ പരിശോധനയിൽ തെളിഞ്ഞിട്ടുള്ളത്. ഇവരുടെ മരണം നടന്നത് ചൊവ്വാഴ്ചയാണ്, പക്ഷേ പരിശോധനാ ഫലങ്ങൾ വന്നത് ഇന്നലെയാണ്. അതാണ് ഈ രോഗം ഇന്നലെ സ്ഥിരീകരിക്കാനുള്ള ഒരു കാരണം. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളുണ്ട്. തുടർന്ന് തിങ്കളാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ നിന്നും ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കോഴിക്കോടേക്ക് കൊണ്ടുപോവുകയും അന്ന് തന്നെ ചൊവ്വാഴ്ച തന്നെ അവർ മരണമടയുകയും ചെയ്തു. ഇതിൻ്റെ ഒരു രോഗത്തിൻ്റെ സോഴ്സ് എവിടെയെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പ്രധാനമായിട്ട് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഖല ഇതിനോടകം തന്നെ സൂപ്പർ ക്ലോറിനേഷൻ അടക്കം ചെയ്ത് സാധ്യമായ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. കുടിവെള്ളത്തിൽ നിന്നാകാം ഈ ഒരു രോഗബാധ ഉണ്ടായത് എന്ന പ്രാഥമിക വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളൊക്കെ തന്നെ ഇതിനോടകം ക്ലോറിനേഷൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ആ മേഖലയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ആരോഗ്യവകുപ്പ് പറയുന്നത് വലിയൊരു ആശങ്കയ്ക്ക് ഇപ്പോൾ സാഹചര്യമില്ല എന്നുള്ളതാണ്. കാരണം ഇവരുമായി അടുത്തുള്ള ആളുകൾക്കൊന്നും ഇതിൻ്റെ ലക്ഷണങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇവിടെ ഈ ഒരു കേസിൽ ആശങ്കയില്ല എന്ന് പറയുമ്പോഴും ജില്ലയിൽ പലയിടങ്ങളിലായിട്ട് ഈ വർഷത്തിൽ ഇതുവരേക്ക് 12 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു മരണമാണ് സംഭവിച്ചത്. ബാക്കി 2 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. മറ്റുള്ളവർ 9 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഈ 12 കേസും 12 ഇടങ്ങളിലായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് മഴക്കാലത്ത് ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു അസുഖബാധയായിട്ട് വേണം ഇതിനെ കാണുവാൻ. ഇതിൻ്റെ പകർച്ചവ്യാധിയായിട്ട് പടർന്നു പിടിക്കുന്ന സാഹചര്യമല്ല, മറിച്ച് ഒറ്റപ്പെട്ട അല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലാത്ത 12 ഇടങ്ങളിലാണ് രോഗം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ആരോഗ്യവകുപ്പ് പ്രധാനമായിട്ടും വയ്ക്കുന്ന സുരക്ഷാ നിർദ്ദേശം ശുദ്ധജലം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക, അതുപോലെ തന്നെ പ്രാഥമിക കർമ്മങ്ങൾക്കെല്ലാം ശേഷം കൈ സോപ്പിട്ട് കഴുകി ഒരിക്കലും അത്തരത്തിൽ ഒരു അണുബാധയ്ക്കുള്ള സാധ്യത ഉണ്ടാകാതെ മുൻകരുതൽ സ്വീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇവരിൽ നിന്നും, അതായത് ഇപ്പോൾ മരിച്ച രോഗിയിൽ നിന്നും ആർക്കും ഇതുവരെ രോഗബാധ ഉണ്ടായിട്ടില്ല. ആ മേഖലയിലും ആർക്കും മറ്റ് ലക്ഷണങ്ങളോ രോഗബാധയോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇതൊരു പടർന്നു പിടിച്ച സാഹചര്യമില്ല, മറിച്ച് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇത്തരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് ഒരു പഴക്കെ വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഒരു മുൻതൂക്കം നൽകേണ്ട സമയമാണ് ഇതെന്ന് മുന്നറിയിപ്പാണ് നൽകുന്നത്. എന്നാണെങ്കിലും ആ ഒരു മേഖലയിൽ ഇതിനോടകം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ പരിശോധനാ ഫലങ്ങൾ കുറച്ചുകൂടി വരാനുണ്ട്. ഈ കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമൊക്കെ അടുത്ത ദിവസങ്ങളിൽ എത്തുകയുള്ളൂ. അതിനുശേഷം കൃത്യമായിട്ട് ഇതിൻ്റെ സോഴ്സ് എവിടെയെന്ന് ഉറപ്പിക്കാനാകുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് തിരുവനന്തപുരത്തെ കൂടെ ഒന്ന് പോകണം. അവിടെ കാട്ടാക്കടയിലാണ് ഇപ്പോൾ ഷിഗല്ലയുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ അടിയന്തര പരിശോധനയിൽ പ്രദേശത്തെ ഒരു ബേക്കറിയിൽ നിന്നാണ് ശേഖരിച്ച ജ്യൂസ് സാമ്പിളിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യവും മറ്റും കണ്ടെത്തിയത്. അതൊരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ആ മേഖലയിൽ. കാരണം ബേക്കറി എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, ഒരുപാട് ആളുകൾ വന്നു പോകുന്ന, സാധനങ്ങൾ വാങ്ങിപ്പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഷിഗല്ലയുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വയനാടിനും കൊല്ലത്തിനും പുറമെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഷിഗല്ല ബാക്ടീരിയ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വയനാട്ടിൽ 16 പേർക്കും ഇത്തരത്തിൽ രോഗം നേരത്തെ സ്ഥിരീകരിച്ച വാർത്തയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അരുൺ മോഹനും ജയരാജ് ബത്തേരിയും എസ് വിനീഷും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം അരുൺ മോഹനിലേക്ക് ഒന്ന് പോകണം. അരുണ, ഈ കാട്ടാക്കടയിലെ ബേക്കറിയിൽ എന്ത് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ പരിശോധന? ഇപ്പോൾ എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനകം? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെയായിരുന്നു ഈ പറയുന്ന കാട്ടാക്കട ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുള്ള ഒരു കടയിൽ ഈ പറയുന്ന ഷിഗല്ലയുടെ സാന്നിധ്യമുണ്ടെന്നുള്ള വിവരം ആരോഗ്യവകുപ്പിന് അറിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റൊട്ടീൻ പരിശോധനയുടെ ഭാഗമായി ആരോഗ്യവകുപ്പും ഒപ്പം പഞ്ചായത്ത് അധികൃതരും കൂടി നടത്തിയ ഒരു പരിശോധന ഉണ്ടായിരുന്നു കഴിഞ്ഞ 29-ന്. അന്ന് ഈ പറയുന്ന ഈ KSRTC
ഡിപ്പോ കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന ബേക്കറികളിൽ നിന്ന് ഈ പറയുന്ന വെള്ളത്തിന്റെ സാമ്പിളുകൾ എടുത്തിരുന്നു. പ്രത്യേകിച്ച് കാരണം ധാരാളം കുട്ടികൾ മലയോര മേഖലയിലുള്ള പ്രദേശമാണിത്, അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ്, നഗരത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാട്ടാക്കട എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ധാരാളം കുട്ടികൾ വന്ന് ഈ വെള്ളം കുടിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് കടകളിൽ നിന്ന്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായി പരിശോധന നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കി കഴിഞ്ഞത്. എന്തായാലും പരിശോധനയുടെ ഫലത്തിൽ ഷിഗലയുടെ ഒരു സാന്നിധ്യം കണ്ടു എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ഇന്നലെ ഈ പറയുന്ന ആരോഗ്യവകുപ്പ് വീണ്ടും പരിശോധന നടത്തി ഈ കടയ്ക്ക് നോട്ടീസ് നൽകി താൽക്കാലികമായി അടപ്പിക്കുകയായിരുന്നു. അതേസമയം ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരിസരത്തുള്ള മറ്റു കടകളിൽ നിന്നൊക്കെ വെള്ളം ശേഖരിച്ചിട്ടുണ്ട്, പരിശോധനയ്ക്ക് അത് വിട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ പൈപ്പ് വെള്ളവും ഒപ്പം ഈ സമീപത്തെ ഈ ഡിപ്പോയിലെ തന്നെ കിണറ്റിൽ നിന്നൊക്കെയാണ് ഇവർ വെള്ളം ഉപയോഗിച്ച് പ്രാദേശികമായി ഈ ശീതളപാനീയങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള ഈ പറയുന്ന വെള്ളമൊക്കെ ഇപ്പോൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അടിയന്തരമായി ഒരു യോഗം കൂടി അടിയന്തരമായി ഇന്ന് പഞ്ചായത്ത് നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള നടപടിയായി മുന്നോട്ട് പോകുന്നു. ആശങ്ക വേണ്ട എന്നുള്ളതാണ്. കാരണം ഇതുവരെ ആർക്കും രോഗം സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് നമുക്കിപ്പോൾ രോഗം സ്ഥിരീകരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഈ ബേക്കറിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാധനങ്ങൾ വാങ്ങിപ്പോയവരും ശീതളപാനീയം ഒക്കെ വാങ്ങിപ്പോയവരും കാണുമല്ലോ സ്വാഭാവികമായി അരുണ്. അവരെയൊക്കെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. പക്ഷെ അത്തരം എന്തെങ്കിലും മുന്നറിയിപ്പുകളുണ്ടോ? അവർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ളവർ ആശുപത്രികളിൽ പരിശോധന നടത്തണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുന്നറിയിപ്പുകളുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് ഗൗരവമായ കാരണം. ഈ പറയുന്ന കാട്ടാക്കട എന്ന് പറയുമ്പോൾ കാട്ടാക്കട, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, വെള്ളട തുടങ്ങിയ മേഖലകൾ നഗരപ്രദേശവുമായിട്ട് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടുന്ന് ധാരാളം ആൾക്കാർ വന്നു പോകുന്ന ഒരു ഡിപ്പോയാണ്. സ്വാഭാവികമായി വെള്ളം കുടിക്കാൻ ഇതൊരു വ്യാപനം പോയി കഴിഞ്ഞാൽ എവിടുന്നാണ് എന്താണെന്നുള്ളത് അറിയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്നത്. പക്ഷേ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. ഈ പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ. അതാണ് സാഹചര്യം. കാട്ടാക്കടയിലെ ഒരു ബേക്കറിയിലെ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത് എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ് കാണേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജയരാജ് ബത്തേരി കൂടിയുണ്ട് വയനാട്ടിൽ നിന്ന്. ജയരാജ്, 16ഓളം ആളുകൾക്ക് ഷിഗല്ല അവിടെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു ജില്ലയാണ്. കൂടുതൽ എന്തെങ്കിലും പരിശോധനകളോ മറ്റെന്തെങ്കിലും വിവരങ്ങളോ ഉണ്ടോ? അപ്പോൾ ഇപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ വിഷയത്തെ ആരോഗ്യ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം 7 കുട്ടികളുടെ പരിശോധന ഫലം പുറത്തു വന്നതോടുകൂടി 16 കുട്ടികൾക്ക് ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ച ആകെ കുട്ടികളുടെ എണ്ണം 16ആയി. തുടക്കത്തിൽ ലക്ഷണങ്ങൾ പുറപ്പെടുവിച്ച ഏതാണ്ട് 21 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇനി 5 പേരുടെ പരിശോധന ഫലം കൂടി ലഭിക്കാനുണ്ട്. ഇന്ന് ഉച്ചയോടെ അതിന്റെ റിസൾട്ടും ലഭിക്കുമെന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. എന്തായാലും പകർച്ചവ്യാധി നിരീക്ഷണവും പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ ശക്തമായി തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണുള്ളത്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച 16 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിലിരിക്കുന്ന കുട്ടികൾ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കേണ്ടതാണെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. കുട്ടികളിൽ നിന്ന് രോഗം മറ്റുള്ളവരിലേക്കും മുതിർന്നവരിലേക്കും പകരുന്നത് തടയുന്നതിന് ആവശ്യമായ എല്ലാ മുൻകരുതലുകളും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കേണ്ടതാണെന്ന് അറിയിക്കുന്നുണ്ട്. ആർക്കെങ്കിലും പുതുതായി രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടണമെന്നും അറിയിക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും പ്രതിരോധ മാർഗങ്ങളും പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന്, അതുപോലെ തന്നെ വ്യക്തി ഭക്ഷണ പരിസര ശുചിത്വ കാര്യങ്ങൾ യാതൊരുവിധ വീഴ്ചയും വരുത്തരുതെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ചികിത്സ തേടണമെന്നും പ്രത്യേകിച്ച് സ്വയം ചികിത്സ പാടില്ലെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്നുണ്ട്. എന്തായാലും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തിയ സ്കൂൾ കിണർ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ സൂപ്പർ ക്ലോറിനേഷൻ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻകരുതലിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയ അവധി ഈ മാസം 14 വരെ തുടരും. ശരി, ജയരാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം അടച്ചിട്ടുകൊണ്ടാണ് ഈ ഷിഗല്ലയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വയനാട്ടിൽ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം നമുക്ക് കൊല്ലത്തേക്ക് ഒന്ന് പോകണം. വയനാടിനും ശേഷം ഷിഗല്ല സ്ഥിരീകരിക്കപ്പെട്ട ഒരു ജില്ല കൂടിയാണ് കൊല്ലം. കൊല്ലത്തും ആശങ്കാജനകമായ പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ തൽക്കാലം അപകടാവസ്ഥയൊന്നും ഇല്ല എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുമുണ്ട്. എന്താണ് വിനീഷ് കൊല്ലത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻ? ഗുഡ് മോർണിംഗ്. വയനാടിന് പിന്നാലെ കൊല്ലം ജില്ലയിലും ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു.
അത് ഈ വയറിളക്കത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 8 വയസ്സുകാരനിലായിരുന്നു രോഗം കണ്ടെത്തിയത്. തുടർന്ന് മറ്റൊരു പെൺകുട്ടിക്കും ഷിഗല്ല സ്ഥിരീകരിച്ചു. അങ്ങനെ 12 കാരിക്കാണ് ഷിഗല്ല ബാക്ടീരിയ സ്ഥിരീകരിച്ചത്. നിലവിൽ 2 കുട്ടികളാണ് ഇപ്പോൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ തുടരുന്നത്. പരവൂർ പാലത്തറ മേഖലകളിലുള്ള വിദ്യാർത്ഥികളാണ്. ഇരുവരും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ തുടരുന്നത്. ആരോഗ്യനില വളരെ തൃപ്തികരമാണെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും ജില്ലയിൽ ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അന്നത്തെ രോഗികളെല്ലാം തന്നെ രോഗം ഭേദമായി വീട്ടിലേക്ക് മടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ സംഭവിച്ച ഈ ഷിഗല്ല ബാക്ടീരിയയുടെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. അത് സമാന ലക്ഷണങ്ങളോടെ മറ്റ് ചിലരെയും ജില്ലയുടെ വിവിധ ആശുപത്രികളിലായിട്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചികിത്സ തേടിയതായിട്ടുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ മനുഷ്യന്റെ കുടലിൽ ബാധിക്കുന്ന ബാക്ടീരിയ രോഗമാണല്ലോ ഈ ഷിഗല്ല. ഈ വയറിളക്കം, പനി, കഠിന വയറുവേദന, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങളെന്നാണ് ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത്. ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് ഏകദേശം 3 ദിവസത്തിന് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അത്തരം ലക്ഷണം കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നാണ് ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത്. എന്തായാലും ഈ മഴക്കാല സാഹചര്യത്തിൽ ശുചിത്വവും സുരക്ഷിത കുടിവെള്ള ഉപയോഗവും എല്ലാം ഉറപ്പാക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ശരി, തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം ഇപ്പോൾ വയനാട്, 3 ജില്ലകളിൽ, വയനാട്ടിൽ തുടക്കം, കൊല്ലത്തേക്ക് വന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് കാട്ടാക്കട മേഖലയിലും ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുന്നു. നിപ, ഷിഗല്ലയൊക്കെയാണ് നമ്മളിപ്പോൾ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന രോഗങ്ങൾ. മഴക്കാലമാണ്, ഒരുപാട് ജാഗ്രത പാലിക്കണം. വെള്ളം കുടിക്കുമ്പോഴൊക്കെ ആദ്യം പറഞ്ഞതുപോലെ ശ്രദ്ധിക്കണം. കുട്ടികളുടെ കാര്യം പ്രധാനമായും ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് മറ്റുമുണ്ട്. നമുക്ക് മറ്റൊരു വാർത്ത, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിൻ്റെ മരണമാണ്. 3 മാസമായി മുരാരി ബാബു അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. അമൃത ആശുപത്രിയിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് അന്ത്യം സംഭവിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയേർക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് മുരാരി ബാബു. ദീർഘകാലം തുടർന്ന് 90 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അറസ്റ്റിലാവുകയും സ്വാഭാവിക ജാമ്യം കിട്ടുകയും മറ്റും ചെയ്തു. നമുക്കറിയാം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരൊക്കെ സ്വാഭാവിക ജാമ്യത്തിലേക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വന്നിരുന്നു. മുരാരി ബാബുവും സമാനമായ അവസ്ഥയിലൂടെ കടന്നു വന്ന ഒരാളാണ്. ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, കഴിഞ്ഞ 2-3 മാസമായി മുരാരി ബാബു ചികിത്സയിലായിരുന്നു. പിന്നീട് ഗുരുതരാവസ്ഥയിലും ആവുകയായിരുന്നു, അല്ലേ? അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. അതെ, ഈ സ്വർണ്ണക്കൊള്ള കേസിലെ 2ാം പ്രതിയാണ് മുരാരി ബാബു. അദ്ദേഹം അർബുദബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി 12:45 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. നമുക്കറിയാം, ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട 90 ദിവസം ജയിലിൽ കഴിഞ്ഞ വ്യക്തി കൂടിയാണ് മുരാരി ബാബു. പിന്നീട് സ്വാഭാവിക ജാമ്യം കിട്ടിയാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. ആ സമയത്ത് തന്നെ, ജയിലിൽ കിടക്കുന്ന സമയത്ത് തന്നെ അസുഖമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അസുഖമൊക്കെ വളരെ മോശം അവസ്ഥയിൽ തന്നെയായിരുന്നു. ആ സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റും തുടർ നടപടികളും ഒക്കെ ഉണ്ടായിരുന്നത്. അതിനൊടുവിൽ ഇപ്പോൾ അമൃത ആശുപത്രിയിൽ കുറച്ച് ദിവസമായി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഒടുവിൽ അന്ത്യം സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ അനുമതി നൽകിയത്. ഗൂഢാലോചനയിലടക്കം മുരാരി ബാബുവിന് പങ്കുണ്ടെന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. കേസിലെ 2ാം പ്രതി കൂടിയാണ് മുരാരി ബാബു. ഈ സ്വാഭാവിക ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങി. പിന്നീട് അദ്ദേഹം ചികിത്സയിലൊക്കെ പോവുകയായിരുന്നു. ഈ ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണുള്ളത്. അതിൽ SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ 2ാം പ്രതിയും ആദ്യ കേസിലെ 2ാം പ്രതിയാണ്. പിന്നീട് ഒക്ടോബർ 23-ന് SIT മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. പെരുന്നയിലെ വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആണെന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഒപ്പം മുരാരി ബാബു ഇടപെട്ടാണ് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വഴി കൊടുത്തുവിട്ടതെന്നും ഒക്കെയുള്ള കണ്ടെത്തലായിരുന്നു SIT നടത്തിയത്. അന്തരിച്ചിരിക്കുന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ, ഹരിപ്പാട് പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അദ്ദേഹം ഉന്നത പദവിയിൽ ഇരുന്നിട്ടുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. ആറന്മുള അടക്കമുള്ള ക്ഷേത്രങ്ങളിലും ജോലി ചെയ്തിട്ടുള്ള ആളാണ്. മുരാരി ബാബുവിന്റെ അന്ത്യം മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ക്യാൻസർ ബാധിതനായാണ് മരണം സംഭവിച്ചത്. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ മറ്റു വാർത്ത പുറത്തു വരുന്നത്, മുഖ്യമന്ത്രിക്ക് വധഭീഷണി. ഇന്നലെ രാത്രിയാണ് ഡിസ്ട്രിക്ട് പോലീസ് കംപ്ലയിൻസ് സെൽ ഓഫീസിൽ ഭീഷണി സന്ദേശം എത്തിയത്.
6238168522 എന്ന നമ്പറിൽ നിന്നാണ് ഭീഷണി സന്ദേശം എത്തിയത്. സംഭവത്തിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, എന്തെങ്കിലും സൂചനകളുണ്ടോ പോലീസിന് ഇങ്ങനൊരു സന്ദേശം നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക അല്ലെങ്കിൽ കൺട്രോൾ റൂമിലേക്ക് എത്തുക എന്നൊക്കെ പറയുമ്പോൾ ഗൗരവമുള്ള സംഭവമാണ്, സംശയമില്ല. തീർച്ചയായും രഞ്ജിത്ത, അതിന്റെ പ്രാഥമിക അന്വേഷണത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈബർ സെല്ലുമായി ചേർന്നുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത് തന്നെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വധിക്കണം, എനിക്ക് അതിനുശേഷം പ്രശസ്തനാകണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ കോൾ, ഈ ഒരു സന്ദേശം വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ രാത്രിയോടുകൂടിയാണ് ഈ കോൾ വരികയും പിന്നീട് പോലീസ് അതിനുവേണ്ടി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പെട്ടെന്ന് തന്നെ അന്വേഷണത്തിലേക്ക് പോയെങ്കിലും നിലവിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പല ഭാഗങ്ങളിലും വന്നിരുന്നു. അതായത് കുറച്ച് മുൻപടക്കം വഞ്ചൂർ കോടതിയിലടക്കം ബോംബ് ഭീഷണി അടക്കമുള്ള പല വ്യാജ സന്ദേശങ്ങളും വന്നൊരു സമയമുണ്ടായിരുന്നു. വളരെ അടുത്തടുത്ത ദിവസങ്ങളിലടക്കം ഇങ്ങനെ പല വ്യാജ സന്ദേശങ്ങളും വന്നൊരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അത്തരത്തിൽ, അതായത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ ഒരു വധഭീഷണി മുഴക്കിക്കൊണ്ടുള്ള സന്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തിനായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കന്റോൺമെന്റ് സ്റ്റേഷനിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സൈബർ സെല്ലുമായി ചേർന്നുകൊണ്ട് പോലീസ് ഈ ഒരു മൊബൈൽ നമ്പറിന്റെ ഉടമയെ കണ്ടെത്തി ആരിൽ നിന്നാണ് ഈ ഒരു സന്ദേശം വന്നതെന്നുള്ള അന്വേഷണത്തിലേക്ക് എത്തുകയാണ് രഞ്ജിത്ത്. അതാണ് ഏതായാലും മുഖ്യമന്ത്രിക്ക് വധഭീഷണി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ ശക്തി കുറയുന്നു. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. കേരള തീരത്ത് പരമ്പരാഗത മത്സ്യബന്ധനത്തിന് ഇപ്പോൾ വിലക്ക് തുടരുന്നുണ്ട്. എൽനിനോ പ്രതിഭാസം കാലവർഷത്തെ സാരമായി ബാധിക്കുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചനവും മറ്റും നടത്തിയതാണ്. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും നമുക്ക് കാലവർഷവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സാരംഗ് സുധാകരൻ പങ്കുവെക്കും. സാരംഗ്, ആദ്യ ദിവസങ്ങളിൽ അതിശക്തമായ മഴയായിരുന്നു. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളെയാണ് കാര്യമായി ബാധിച്ചത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ശക്തി എല്ലായിടത്തും കുറയുകയാണല്ലേ രഞ്ജിത്ത്? തീർച്ചയായും. കാരണം ഇതിനു മുൻപ് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു ഈ ഒരു മഴ ഇത്തവണ ശക്തി കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം എൽനിനോ പ്രതിഭാസം ഉള്ളത് കൊണ്ട് തന്നെ കാലവർഷത്തിന്റെ അളവ് കുറയാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അത് ശരിവെച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഇപ്പോൾ അലേർട്ട് അടക്കം വരുന്നത്. നമുക്കറിയാം, തുടക്കത്തിൽ ശക്തമായ മഴയായിരുന്നു. ജൂൺ ആദ്യവാരം അടക്കം നല്ല രീതിയിലുള്ള മഴ വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും കാര്യമായി ലഭിച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ ശക്തി കുറഞ്ഞു വരികയാണ്. പക്ഷേ അപ്പോഴും മത്സ്യബന്ധനത്തിനടക്കം വിലക്ക് തുടരുന്നുണ്ട്. പക്ഷേ മറ്റ് ചക്രവാത ചുഴിയും ഈ ഒരു ന്യൂനമർദ്ദം അടക്കമുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത് വീണ്ടും മഴയ്ക്കുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഒറ്റപ്പെട്ട മഴ സംസ്ഥാനത്തുടനീളം ഉണ്ടാകും. ശക്തിയുള്ള ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് തന്നെയാണ്. പക്ഷേ കാലവർഷത്തിൻ്റെ ശക്തി കുറയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. അതിനൊപ്പം തന്നെ മഴയ്ക്കൊപ്പം തന്നെ കാറ്റുണ്ടാകാനുള്ളത്, അതായത് 40 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ളൊരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അല്ലാത്ത പക്ഷം മഴ അതിൻ്റെ ശക്തി കുറഞ്ഞു തുടങ്ങുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ, അതായത് അടുത്ത ആഴ്ചയോടുകൂടി വീണ്ടും ശക്തി പ്രാപിക്കുമുള്ളൊരു സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. പക്ഷേ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓരോ ദിവസവും വരുന്ന മുന്നറിയിപ്പുകൾക്കനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. രഞ്ജിത്ത്, ഏതായാലും നമുക്ക് കാത്തിരിക്കാം കാലവർഷത്തിന്റെ ഇനിയുള്ള പോക്ക് എങ്ങോട്ടേക്കാണ്. പക്ഷേ അപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്കൊട്ടും ഒരുപാട് ആശങ്ക നൽകുന്ന സാഹചര്യമാണ്. മത്സ്യബന്ധനത്തിന് ഇപ്പോഴും വിലക്ക് തുടരുകയാണ്. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ കൺമാന്മാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ ചോദ്യം ചെയ്യൽ ഇന്ന് അവസാനിക്കും. ഇന്നലെയും അവരെ ദീർഘനേരം ചോദ്യം ചെയ്തിരുന്നു. 2 ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പ്രധാന ചോദ്യങ്ങളോട് പൂർണ്ണ നിസ്സഹകരണമാണ് പ്രതികൾ പുലർത്തുന്നത് എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അന്വേഷണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നവർ കോടതിക്കും അടക്കം റിപ്പോർട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കണം. മർദ്ദിക്കാൻ ഉപയോഗിച്ച് ലാത്തിക്ക് സമാനമായ ചൂരൽ വടി എവിടെ നിന്ന് കിട്ടിയത് ചോദ്യത്തിന് ഇതുവരെ അവരുടെ മറുപടി ഉണ്ടായിട്ടില്ല. വകുപ്പ് നൽകിയ ലാത്തിയാണെന്നും യാത്ര സമാപിച്ചപ്പോൾ പോലീസ് ആസ്ഥാനത്ത് തിരികെ ഏൽപ്പിച്ചുവെന്നുമാണ് പ്രതികളുടെ മൊഴി. പൂർണ്ണമായും ഇത് തള്ളുകയാണ് SIT എന്നാണ് മനസ്സിലാക്കേണ്ടത്. മർദ്ദനത്തിന് ഉപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതി പറയുന്നുണ്ട്. കോടതി ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾക്ക് സ്വാഭാവികമായും SITയുടെ മറുപടി വേണ്ടിവരും. മർദ്ദനം നടന്ന ആലപ്പുഴ ജില്ലാ ആശുപത്രി ജംഗ്ഷനിൽ പ്രതികളെ എത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്താനാണ് സൂചന. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും. ചോദ്യം ചെയ്യലിലെ നിസ്സഹകരണം കോടതിയെ ധരിപ്പിക്കാനാണ് SITയുടെ തീരുമാനം.
നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് കള്ളക്കഥകളാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. UDFന്റെ ഭരണപരാജയം മറയ്ക്കാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട കീഴ്ഘടകങ്ങളിൽ ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റി ഐക്യകണ്ഠേന അംഗീകരിക്കുകയാണ് ചെയ്തത്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ നേതാക്കൾക്കിടയിൽ അസംതൃപ്തി ഉണ്ടെന്ന രീതിയിൽ വാർത്തകൾ വരുന്നത് എന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. G7 ഉച്ചകോടിയിലും ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് സവിശേഷത പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സിലും പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലേക്ക് നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ വിഷയങ്ങളിൽ നയതന്ത്ര ചർച്ചകൾ നടക്കും എന്നാണ് വിവരം. നമുക്ക് നമ്മുടെ ന്യൂസ് 8ന്റെ സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകണം. കഴിഞ്ഞ ദിവസം 20ാം വിവാഹ വാർഷികം ആഘോഷിച്ച ലൗജിനും പൂർണിമയും. ഇരുവർക്കും ആശംസ അറിയിക്കുന്നത് മക്കളായ ലിയാനയും ലിവീനയുമാണ്. ആശംസകൾ, ന്യൂസ് 8ന്റെ ആശംസകളും ഇരുവർക്കും. പട്ടാമ്പി കൊടുമുണ്ടയിലെ റിട്ടയേർഡ് എയർഫോഴ്സ് ഓഫീസർ ചക്കയത്ത് സുനിൽകുമാറിന്റെയും വരദയുടെയും മകൾ അഞ്ജലിയുടെ 11ാം പിറന്നാളാണ് ഇന്ന്. ആശംസകളാണ് സഹോദരങ്ങളായ ആവണിയും അനയും തിരുവനന്തപുരത്ത് നിന്ന് സുവർണയും ഗൗരി നന്ദയും നൽകുന്നത്. അഞ്ജലിക്ക് ന്യൂസ് 18ന്റെ എല്ലാ ആശംസകളും. ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ വാർത്തകളുമായി ഫുട്ഗോളവുമായി എൽദോ പോൾ ചേരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.